നമസ്കാരം. മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് ന്യൂ ഫണ്ട് ഓഫർ, NFO. അതായത് ഒരു കമ്പനി ജനങ്ങളിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്ത് പുതിയൊരു സെക്ടറിൽ അവർ ഉദ്ദേശിക്കുന്ന പുതിയ സെക്ടർ ആവാം, ഒരു പ്രത്യേക അജണ്ടയിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്ന പുതിയ ഫണ്ടിലാണ് ന്യൂ ഫണ്ട് ഓഫർ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് പല ന്യൂ ഫണ്ട് ഓഫറുകൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഫണ്ടാണ് ടാറ്റ ഇന്ത്യ ഇന്നോവേഷൻ ഫണ്ട്. നവംബർ 11 ആരംഭിച്ചു കഴിഞ്ഞു. ഈ നവംബർ 25 തന്നെ അത് ക്ലോസ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ നമ്മൾ എന്താണ് ടാറ്റ ഇന്ത്യ ഇന്നോവേഷൻ ഫണ്ട്? ഈ ഫണ്ടിൽ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പുതിയ ഇന്നോവേഷൻ കമ്പനികളിൽ, അല്ലെങ്കിൽ പുതിയ ഇന്നോവേറ്റീവായി ചിന്തിക്കുന്ന, ഇന്നോവേറ്റീവായി പ്രൊഡക്റ്റ് സർവീസ് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന കമ്പനികളിൽ പ്രത്യേകിച്ച് അവരെ കണ്ടുപിടിച്ച് അത് തെരഞ്ഞെടുത്ത് ഏറ്റവും നല്ല കമ്പനിയിൽ തെരഞ്ഞെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടാണ് ടാറ്റ ഇന്ത്യ ഇന്നോവേഷൻ ഫണ്ട്. ഇങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ലാഭം ഉണ്ടാക്കി തരുന്ന രീതിയിൽ ഫണ്ട് മാനേജേഴ്സ് ശ്രദ്ധിക്കുന്നു. നമുക്ക് ആ ലാഭം ദിവസം നമുക്കത് ട്രാക്ക് ചെയ്ത് കാണാനും പറ്റും. ഇതിന് മറ്റൊരു പ്രത്യേകത, ഇത് എല്ലാ അതായത് ലാർജ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഇൻവെസ്റ്റ്മെന്റ് വരാം. അത് ഏത് കമ്പനികളാണെങ്കിലും ഈ സെക്ടറിൽ, എല്ലാ സെക്ടറിലും ഇൻവെസ്റ്റ്മെന്റ് വരാം. നമുക്ക് അതിലൊരു ലിമിറ്റേഷൻ വരുന്നില്ല. അപ്പൊ തീർച്ചയായും ഒരു ഫണ്ട് ഇതിൽ മാറ്റി വെക്കേണ്ടതുണ്ട്. ടാറ്റ ഇന്ത്യ ഇന്നോവേഷൻ ഫണ്ടിൽ ടാറ്റയെ പോലെയുള്ള വലിയൊരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി തുടങ്ങുന്ന കുറെ കാലങ്ങൾക്ക് ശേഷം തുടങ്ങുന്ന ന്യൂ ഫണ്ട് ഓഫറാണ്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇതിന് മുമ്പ് ടാറ്റ തുടങ്ങിയ ന്യൂ ഫണ്ട് ഓഫറുകളുടെ അവസ്ഥകൾ നമുക്കൊന്ന് നോക്കാം. ഇവർ ടാറ്റ തുടങ്ങിയ 2015 തുടങ്ങിയ ഡിജിറ്റൽ ഇന്ത്യ ഫണ്ട് 2015 അവർ ആരംഭിച്ചു. അപ്പൊ 2015 ഇതേമാതിരി ഒരു NFO വന്നു. അന്ന് ഒരു കസ്റ്റമർ അതിൽ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഒരാൾക്ക് ഇന്ന് അത് 5 ഇരട്ടിയായി 50 ലക്ഷം രൂപയുടെ മുകളിൽ വരുന്ന ഗ്രോത്ത് ടാറ്റ ഇന്ത്യ ഡിജിറ്റൽ ഫണ്ട് കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം അവർ തുടങ്ങിയ ഫണ്ട് മറ്റൊരു ഫണ്ടാണ് 2018 തുടങ്ങിയ ടാറ്റ സ്മോൾ ക്യാപ് ഫണ്ട്. സ്മോൾ ക്യാപ് ഫണ്ടിൽ അന്ന് 10 ലക്ഷം രൂപ ഇട്ട ഒരു വ്യക്തിക്ക് ഇന്ന് 43 ലക്ഷം രൂപ കിട്ടി, അല്ലെങ്കിൽ കിട്ടുന്ന രീതിയിലുള്ള ഗ്രോത്ത് അത് ആ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടി. അതിനുശേഷം എന്താണ് ടാറ്റ ബിസിനസ് സൈക്കിൾ ഫണ്ട് 2021 ആരംഭിച്ച, 2021 8 മാസം ആരംഭിച്ച ഫണ്ടിൽ അന്ന് അവർ 2021 പറയുമ്പോൾ ഏകദേശം 3 കൊല്ലം കഴിഞ്ഞു. അന്ന് 10 ലക്ഷം രൂപ ഇട്ട കസ്റ്റമർക്ക് ഇന്ന് ഏകദേശം 20 ലക്ഷം രൂപ കിട്ടുന്ന, ഏകദേശം ഡബിൾ ആവുന്ന ഗ്രോത്ത് അതിലുണ്ട്. ഏറ്റവും ലാസ്റ്റ് വന്നത് ടാറ്റ മൾട്ടി ക്യാപ് ഫണ്ടാണ്. അത് 2023 2 മാസം വന്ന ഒരു ഫണ്ടാണ്. ഏകദേശം 1 കൊല്ലവും 8 മാസവും ഇട്ടത്. അന്ന് 10 ലക്ഷം രൂപ ഇട്ടവർക്ക് ഇന്ന് ഏകദേശം 15 ലക്ഷം രൂപത്തിന് മുകളിൽ ഗ്രോത്ത് കിട്ടുന്ന ഫണ്ട് വന്നു. അപ്പൊ നമുക്ക് അന്ന് ഈ ന്യൂ ഫണ്ട് ഓഫറിന്റെ വിവരം അറിഞ്ഞ് അതിൽ മാറ്റിവെച്ചവർക്ക് എല്ലാവർക്കും അതിഗംഭീരമായ ഗ്രോത്ത് കൊടുക്കാൻ പറ്റി. അപ്പൊ അന്ന് 2015 ഒരാൾ 10 ലക്ഷം രൂപ ഇട്ടത് സ്വാഭാവികമായി അദ്ദേഹം SB അക്കൗണ്ടിലോ അല്ലെങ്കിൽ FD ഇട്ട പൈസയായിരിക്കും. അന്ന് ഇദ്ദേഹം ഫണ്ട് മാറ്റിയില്ലായിരുന്നെങ്കിൽ നമുക്കറിയാം ഇപ്പം ബാങ്കിലിട്ട ഒരു പൈസ ഇരട്ടിക്കണമെങ്കിൽ മിനിമം ഒരു 10 കൊല്ലം 11 കൊല്ലം എടുക്കുന്നുണ്ട്. ആ രീതിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പൊ ബാങ്കിന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അന്ന് അങ്ങനെ കിട്ടുന്ന പൈസ ഇതിലേക്ക് മാറ്റിയത് കൊണ്ട് അദ്ദേഹം ഇപ്പം 10 ലക്ഷം ഉള്ളത് ഏകദേശം 5 ലക്ഷത്തിന് മുകളിൽ, ഏകദേശം അല്ല 5 ലക്ഷത്തിന് മുകളിൽ ഗ്രോത്ത് അവർക്ക് കിട്ടുകയും 50 ലക്ഷം രൂപ ആയിത്തീരുകയും ചെയ്യും. ആ കസ്റ്റമർ ഇപ്പം വളരെ ഹാപ്പിയാണ്. അപ്പൊ അതിനുശേഷം വന്ന എല്ലാ ഫണ്ടുകളും നല്ല രീതിയിൽ പെർഫോം ചെയ്യപ്പെട്ടു നമുക്ക് ഇത് കാണാം. ആ ഫണ്ട് മാനേജ് ചെയ്യുന്ന അതേ ഫണ്ട് മാനേജർ തന്നെയാണ് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായും നമ്മൾ ഒരു ഫണ്ട് ഈ ടാറ്റ ഇന്ത്യ ഇന്നോവേഷൻ ഫണ്ടിലേക്ക് മാറ്റി വെക്കേണ്ടതുണ്ട്. അത് 10 ലക്ഷം ആവണം നിർബന്ധമൊന്നുമില്ല. 50,000 നിങ്ങളുടെ കയ്യിലുള്ള 50,000 രൂപയാവും, 1 ലക്ഷം രൂപയാവാം, 5 ആവാം, 10 ആവാം, 20 ലക്ഷം രൂപയാവാം, 50, എത്രയും വേണം നിങ്ങളെ കൊണ്ട് മാറ്റി വെക്കാവുന്ന ഒരു ഫണ്ട് എന്താണോ ഈ കാലഘട്ടത്തിൽ അത് മാറ്റി വെക്കാം. കാലഘട്ടം നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം മാർക്കറ്റ് കറക്റ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയാണ്. നമ്മളുടെ ഫണ്ടുകളുണ്ട്, ഇതുപോലെയുള്ള കമ്പനികളുടെ റേറ്റ് ഏറ്റവും വില കുറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയാണ്. ഉദാഹരണം 10 രൂപയ്ക്ക് കിട്ടുന്ന പല കമ്പനികളിൽ നമുക്ക് 8 രൂപയ്ക്ക് കിട്ടുന്ന ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നമുക്ക് കമ്പനിക്ക് കൂടുതൽ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ തീർച്ചയായും ഈ ഫണ്ടിൽ നിങ്ങൾ ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. തീർച്ചയായും അതിന്റെ ഗുണം നമുക്ക് അതിന് കിട്ടും. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പായോ കോളായിട്ടോ ചെയ്തു കഴിഞ്ഞാൽ അതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും നമുക്ക് ചെയ്യാം. 100 കണക്കിന് സാറ്റിസ്ഫൈഡ് കസ്റ്റമർ എനിക്ക് ഇന്റർനാഷണൽ ലെവലുണ്ടെങ്കിൽ കേരളത്തിലാവട്ടെ, ഇന്ത്യയിലാവട്ടെ, പുറത്താവട്ടെ, ഏറ്റവും നല്ല രീതിയിലുള്ള സർവീസ് തരാൻ പറ്റും. അപ്പൊ തീർച്ചയായും ഈ ചാനൽ എന്റെ ഒരു പുതിയ
സംരംഭമാണ്. എന്റെ ഫസ്റ്റ് വീഡിയോ ആണത്. തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള മ്യൂച്വൽ ഫണ്ടിനെ പറ്റി താല്പര്യമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ NFO ഒക്കെ താല്പര്യമുള്ള ആൾക്ക് ഒരാൾക്കെങ്കിലും ഇതൊന്ന് ഷെയർ ചെയ്യുക. ഭാവിയിൽ വരുന്ന മ്യൂച്വൽ ഫണ്ട് മേഖലയിൽ വരുന്ന മാറ്റങ്ങളും അല്ലെങ്കിൽ ഏതൊക്കെ ഫണ്ടുകളാണ് വാങ്ങുന്നത്, നിലവിലുള്ള ഫണ്ടുകൾ ഏതൊക്കെയാണ് നല്ലത് എന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.